ആയഞ്ചേരി പഞ്ചായത്തിലെ CLG സിലിണ്ടർ കാലിബ്രേഷൻ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ആയഞ്ചേരി ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ആയഞ്ചേരി പഞ്ചായത്തിലെ തറോപ്പൊയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന CNG സിലിണ്ടർ കാലിബ്രേഷൻ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാകുമെന്ന ആശങ്ക പ്രദേശവാസികൾ വ്യാപകമായി പ്രകടിപ്പിച്ചു വരികയാണ്. ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും അടിയന്തരമായി പരിശോധന നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയിലുള്ള CNG സിലിണ്ടർ കാലിബ്രേഷൻ സ്ഥാപനം അടച്ചുപൂട്ടുക, സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ അനുമതികളും നിയമപരമായി പരിശോധിക്കുക, മലിനീകരണം, സുരക്ഷ, പൊതുജനാരോഗ്യം എന്നിവ സംബന്ധിച്ച് അടിയന്തര പരിശോധന നടത്തുക, ജനങ്ങളുടെ പരാതികൾ പരിഗണിച്ച് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുക, ഭാവിയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാതിരിക്കുക എന്നിവയാണ് കമ്മിറ്റിയുടെ ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, മലിനീകരണ നിയന്ത്രണ ബോർഡ്, മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകൾ എന്നിവയ്ക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ ജനകീയ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ ആക്ഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആയഞ്ചേരി പഞ്ചായത്തിലെ തറോപ്പൊയിൽ CNG ക്ലീനിങ് സെൻ്ററുമായി ബന്ധപ്പെട്ട പരാതി നിരന്തരമായിട്ട് നമ്മൾ സർക്കാരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരാതി നൽകിയിരുന്നു. പക്ഷെ നാളിതുവരെ ഒരു പരാതിക്ക് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രദേശവാസികൾ കൂടിയിട്ടൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പം സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തത്. പല സ്ഥാപനങ്ങളിലും നമ്മൾ പരാതി നൽകുമെങ്കിലും ആ പരാതിയിൽ കൃത്യമായൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം സാമൂഹിക സംഘടനകളൊക്കെ ചേർന്നാണ് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ CNG വന്നതോടുകൂടി പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ സ്മെല്ല്, അതോടൊപ്പം ഈ CNGൻ്റെ ഗ്യാസിൻ്റെ സ്മെല്ല്, ഇതെല്ലാമായിട്ടാണ് ഇപ്പം പ്രദേശവാസികൾ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടില്ല. ലൈസൻസ് കൊടുത്തത് പിന്നെ വ്യവസായ വകുപ്പിൽ നിന്നാണ് അനുമതി കൊടുത്തത്. പൊല്യൂഷൻ ബോർഡിൻ്റെ അനുമതി അവർ വാങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ പരിസരവാസികൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് വ്യാജേനയാണ് അവരെന്ത് ചെയ്തത്, ലൈസൻസ് കരസ്ഥമാക്കിയത്. CNG ക്ലീനിങ് സെൻറ്റർ, നമ്മളെ ഓട്ടോറിക്ഷകളില്ലേ, ഓട്ടോറിക്ഷകളും വലിയ CNGൻ്റെ ഇതുണ്ടല്ലോ സിലിണ്ടർ, അതൊക്കെ ക്ലീനിങ് ചെയ്യാം. 3 വർഷത്തിലൊരിക്കൽ ഇത് ക്ലീൻ ചെയ്യണമെന്നാണ്. ഇത് ക്ലീൻ ചെയ്യണമെന്നാണ്. ഇത് നിലവിലുള്ളത് ഒന്ന് പാലക്കാടാണ്, ഒന്ന് കോഴിക്കോടാണുള്ളത്. അപ്പോൾ അവിടെ ഇവരെ ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രാമനാട്ട് വരെ പോയിട്ട് ഇത് സന്ദർശിച്ചിട്ട് പഞ്ചായത്തിൻ്റെ അന്നത്തെ സെക്രട്ടറിയും അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറൊക്കെ എന്ത് ചെയ്തതാണ്, കൂടിയിട്ട് ഇതിവിടെ വരാൻ പാടില്ല എന്ന് അവരന്ന് കമ്പനിയോട് വരെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.